ഡെയിലി റൂട്ടീൻ ദിനചര്യ വിജയത്തിന്റെ അദൃശ്യ ഘടന. വലിയ ലക്ഷ്യങ്ങൾ സ്വപ്നം കാണുന്നവർ പലരും ദിനചര്യയെ അവഗണിക്കും. എന്നാൽ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നത് വലിയ പ്രവർത്തനങ്ങളിലൂടെയല്ല, ദിവസേന ചെയ്യുന്ന ചെറിയ കാര്യങ്ങളിലൂടെയാണ്. ഒരു ദിവസം നമ്മൾ എത്രയോ തീരുമാനങ്ങൾ എടുക്കുന്നു. എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം? ഈ നിരന്തര തീരുമാനങ്ങൾ മനസ്സിനെ ക്ഷീണിപ്പിക്കും. ഇതാണ് ഡിസിഷൻ ഫാറ്റീഗ്. ഒരു നല്ല ഡെയിലി റൂട്ടീൻ ഉണ്ടെങ്കിൽ പല തീരുമാനങ്ങളും മുൻകൂട്ടി നിശ്ചയിക്കപ്പെടും. രാവിലെ എന്തു ചെയ്യണം, ജോലി തുടങ്ങുന്ന സമയം, പഠന സമയം, വിശ്രമ സമയം എല്ലാം വ്യക്തമായിരിക്കുമ്പോൾ മനസ്സ് പ്രധാന കാര്യങ്ങൾക്ക് ഊർജം സംരക്ഷിക്കും. സെൽഫ് ഡിസിപ്ലിൻ നിലനിർത്താൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം റുട്ടീനാണ്. ഓരോ ദിവസവും ഇത് ഇന്ന് ചെയ്യണമോ എന്ന് ചോദിക്കേണ്ടി വരാത്ത ഒരു ഘടന. റുട്ടീൻ ഡിസിപ്ലിനെ സ്വാഭാവികമാക്കുന്നു. ആദ്യഘട്ടത്തിൽ റുട്ടീൻ പാലിക്കുന്നത് ബുദ്ധിമുട്ടായേക്കാം, പക്ഷേ ഒരിക്കൽ അത് ശീലമായാൽ ചെയ്യാതിരിക്കുക തന്നെ അസ്വസ്ഥത ഉണ്ടാക്കും. അപ്പോൾ ഡിസിപ്ലിൻ ഒരു ഭാരമല്ല, അത് സ്വഭാവമാകും. ഒരു ദിവസം എങ്ങനെയാണ് ആരംഭിക്കുന്നത് എന്നത് ആ ദിവസത്തിന്റെ മുഴുവൻ സ്വഭാവം നിർണയിക്കും. അലയുന്ന തിരക്കുള്ള ഫോൺ കേന്ദ്രിതമായ ഒരു പ്രഭാതം പലപ്പോഴും അസംഘടിതമായ ഒരു ദിനത്തിലേക്ക് നയിക്കും. അതേസമയം ശാന്തമായ ഉദ്ദേശപൂർവമായ ഒരു പ്രഭാതം ദിനം മുഴുവൻ വ്യക്തത നൽകും. കുറച്ച് നിമിഷങ്ങൾ വായന, എഴുത്ത്, ചിന്ത അല്ലെങ്കിൽ നിശബ്ദത, ഇത്തരം ചെറിയ കാര്യങ്ങൾ പോലും മനസ്സിനെ ക്രമത്തിലാക്കും. ഡെയിലി റുട്ടീൻ എന്നത് കർശനമായ ഒരു പട്ടികയല്ല, അത് ജീവിതത്തിനനുസരിച്ച് മാറാവുന്ന ഒരു ഘടനയാണ്. എല്ലാ ദിവസവും ഒരേപോലെ ആയിരിക്കണമെന്നില്ല. ചില ദിവസങ്ങളിൽ ഊർജം കുറവായിരിക്കും, ചിലപ്പോൾ കൂടുതൽ. അതുകൊണ്ട് റുട്ടീൻ ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഒരു ദിവസം പാളിച്ചയുണ്ടായാൽ എല്ലാം ഉപേക്ഷിക്കരുത്. അടുത്ത ദിവസം വീണ്ടും തുടരണം. റുട്ടീന്റെ വിജയം പൂർണ്ണതയിലല്ല, തുടർച്ചയിലാണ്. ഡെയിലി റുട്ടീൻ വലിയ കാര്യങ്ങളാൽ നിറഞ്ഞിരിക്കണമെന്നില്ല. ചെറിയ ശീലങ്ങളാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. ദിവസേന 20 മിനിറ്റ് പഠനം, 10 മിനിറ്റ് ചിന്ത, കുറച്ച് വ്യായാമം, ഇവയെല്ലാം ചെറിയതായാണ് തോന്നുക. പക്ഷേ സമയം പോകുമ്പോൾ ഈ ചെറിയ ശീലങ്ങൾ ഒരാളെ പൂർണ്ണമായി മാറ്റും. റൂട്ടീൻ ഇവിടെ സമയം ഉപയോഗിക്കുന്ന ഒരു മാർഗമല്ല, സ്വഭാവം രൂപപ്പെടുത്തുന്ന ഒരു ഉപാധിയാണ്. മൾട്ടി ടാസ്കിംഗ് ഒഴിവാക്കാൻ റൂട്ടീൻ വളരെ സഹായകമാണ്. ഓരോ സമയത്തിനും ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ ശ്രദ്ധ ചിതറാൻ സാധ്യത കുറയും. ഇപ്പോൾ ഇതാണ് ചെയ്യേണ്ടത് എന്ന വ്യക്തത മനസ്സിനെ ശാന്തമാക്കും. റൂട്ടീൻ ശ്രദ്ധയെ പരിശീലിപ്പിക്കുന്നു. ഒരേ സമയത്ത് ഒരേ തരത്തിലുള്ള പ്രവർത്തനം ചെയ്യുമ്പോൾ മനസ്സ് അതിന് തയ്യാറാകും. ഇത് ഡീപ്പ് വർക്കിന് വഴിയൊരുക്കും. ദിവസം എങ്ങനെ അവസാനിപ്പിക്കുന്നു എന്നതും പ്രധാനമാണ്. അടുത്ത ദിവസത്തെ ആരംഭത്തെ അത് ബാധിക്കും. ഉറക്കത്തിന് മുൻപുള്ള അവസാന മണിക്കൂർ വളരെ പ്രധാനമാണ്. അശാന്തമായ സ്ക്രീൻ നിറഞ്ഞ രാത്രികൾ ക്ഷീണിച്ച പ്രഭാതങ്ങൾക്ക് വഴിയൊരുക്കും. മറിച്ച് ശാന്തമായ ഒരു സമാപനം, അല്പം വായന, ചിന്ത, നന്ദി മനസ്സിനും ശരീരത്തിനും വിശ്രമം നൽകും. ജീവിതം അപ്രതീക്ഷിത സംഭവങ്ങളാൽ നിറഞ്ഞിരിക്കാം, പക്ഷേ ദിവസേന ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് നിയന്ത്രിക്കാം. നിങ്ങൾ ദിവസേന എന്തു ചെയ്യുന്നു എന്നതിൽ നിങ്ങൾ ആരായി മാറുന്നു എന്നതിൻ്റെ ഉത്തരമുണ്ട്.